السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും ബഹുമാനമുള്ള സൗത്ത് കർണാടക സലഫി മൂവ്മെൻറ്റ് കേന്ദ്ര സമിതിയുടെ നേതാക്കന്മാരെ, കിന്യ മഞ്ഞിനാടി ഘടകത്തോ എല്ലാ നേതാക്കന്മാരെ, പ്രവർത്തകന്മാരെ, സദസ്സിലുള്ളതായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സത്യവിശ്വാസിനികളായ സഹോദരിമാരെ, അല്ലാഹുവേ അപാരമായിട്ടുള്ളതായ അനുഗ്രഹ കൊണ്ടുത്തു, തൗഫീക്ക് കൊണ്ടുത്തു ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുകയായി. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. അല്ലാഹുവേ ദീൻ പരിപൂർണമായി തിക്കറ്, ആ ദീനരെ ഉണ്ടാക്കിയവനോ അല്ലാഹുവായി തിക്കറ. അല്ലാഹുവിന്റെ പക്കൽ സ്വീകാര്യമായിട്ടുള്ളതും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എത്തിക്കറ്. ദീനുൽ ഇസ്ലാം അല്ലാത്തതായ ഏതും പരാജയത്തിൽ എത്തിക്കറ്. അവനോ പാരതീകമായിട്ടുള്ളതായ ശാശ്വതമായിട്ടുള്ളതായ ലോകത്തില് നഷ്ടപ്പെട്ടതായ പരാജയപ്പെട്ടതായ ആൽമാരെ കൂട്ടത്തിലെത്തിക്കറ ചെന്ത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചെല്ലതായിട്ട് എച്ചരിക്ക തണ്ടതായിട്ട് നമുക്ക് കാണാൻ സാധ്യം. ഖിയാമത്ത് നാൾത്തോള ബണ്ടതായ മാനവ കുലത്തുക്ക്, മനുഷ്യവർഗത്തുക്ക് മാർഗദർശനമായിട്ടിക്കറ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ വിശുദ്ധമായ ഖുർആൻ 17-ാമത്തെ അധ്യായ സൂറത്ത് അൽ ഇസ്രായിലെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ചൊല്ലുക, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം. ഇന്ന ഹാദൽ ഖുർആന, നിശ്ചയമായിട്ടും ഈ വിശുദ്ധമായ ഖുർആൻ, ഈ ഗ്രന്ഥ, യഹ്ദീ ലില്ലതി ഹിയ അഖ്വം, ഇത് മനുഷ്യനെ സന്മാർഗത്തുക്ക്, നേരായ മാർഗത്തുക്ക് നയിക്കിറിട്ട് മാത്രല്ല, അതില് ഉറച്ചു നിലനിർത്തതായ ഗ്രന്ഥമായി തിക്കർ വിശുദ്ധ ഖുർആൻ.
അന്ധകാരത്തിലും അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും അതിഅക്രമത്തിലും മുങ്ങിക്കുളിച്ചതായ ഒരു സമുദായത്തിലെ ഒരു ഉമ്മത്തിലെ ഏറ്റവും ഉയർന്നതായ സ്ഥാനത്തേക്ക് കൈപിടിച്ചിട്ട് ഉയർത്തിയതായ ഗ്രന്ഥ വിശുദ്ധമായ ഖുർആൻ അയച്ചിക്കറി. ഖുർആൻ മാർഗദർശനമായി തിക്കറി. ഖുർആൻ അവന്റെ ജീവിതത്തിലെ പരിവർത്തനാക്കറി. ഖുർആൻ അവന്റെ സ്വഭാവത്തിലെ പരിവർത്തനാക്കറി. ഖുർആൻ അവന്റെ എല്ലാ തിന്മരെയും നന്മയിലേക്ക് നയിക്കറ്. ഖുർആൻ എല്ലാത്തിലും മാതൃകയെത്തിക്കറ്. അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലുന്നത് വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത് അന്ന ലഹും അജ്റൻ കബീറാ. വയുബശ്ശിറുൽ മുഅ്മിനീന മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ ആൾമാർക്ക് ശുഭവാർത്ത. എന്തായിത്തിക്കറ് ശുഭവാർത്ത? ആരയിത്തിക്കറാറങ്ങ അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്. വിശ്വാസത്തിൽ ഉറച്ചിട്ട് അതിനൊട്ടിಗೆ സ്വാലിഹായ സത്കർമാക്രതായ ആൾമാർ ഐത്തിക്കറാറ്. അമലു സ്വാലിഹത്താക്രതായ ആൾമാർ ഐത്തിക്കറാറ്. അന്ന ലഹും അജ്റൻ കബീറാ. തീർച്ചയായിട്ടും നമുക്ക് വലിയതായ പ്രതിഫലമായി തിക്കറ് അല്ലാഹുവിന്റെ പക്കല്. തുടർന്നിട്ട് അല്ലാഹു തആല ചൊല്ലുന്നത് വഅന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറതി അഅ്തദ്നാ ലഹും അദാബൻ അലീമാ. അതേപോലെ വഅന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറതി മരണാനന്തരമുള്ളതായ ശാശ്വതമായിട്ടുള്ളതായ പാരതീകമായിട്ടുള്ളതായ ലോകത്തിൽ വിശ്വാസം ഇടാത്തതായ ആൽമാർ അഅ്തദ്നാ ലഹും അദാബൻ അലീമാ. അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലുന്നത് അങ്ക്ബേനായിട്ട് ഒരുക്കി വെച്ചത്, അങ്ക്ബേനായിട്ട് തയ്യാറാക്കിട്ട് വെച്ചത് ഏറ്റവും കഠിന കഠോരമായിട്ടുള്ളതായ വേദനയുള്ളതായ നല്ലോണം നമ്പലമുള്ളതായ ശിക്ഷയുള്ളതായ നരകമായി തിക്കറ്. ഗൗരവമായി ചിന്നങ്ങ ചിന്തിക്കുന്ന ഒരു വിഷയത്തിക്കറ്. സൗത്ത് കർണാടക സലഫി മൂവ്മെന്റ് എക്കാലത്തും ആൾമാരെ വിളിക്കുന്നത് ഈ വിശുദ്ധമായ ഖുർആൻ കയറ്റിക്കറ്. ഈ നാട്ടക്കല്ല് വിജയനഗരത്ത് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോഴത്തേക്കു ആരെങ്കിലും എന്തെങ്കിലും വിയറിച്ചു പോയി തിന്നിട്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക വേനായിട്ട് ഒന്നും കൂടി നാണ് ചെല്ലറെ. ആരെയും ദൂരകുബേനായിട്ടല്ല ഈ പ്രോഗ്രാം ഉണ്ടാക്കിയത്. ആരെയും തമാശാക്കുകബേനായിട്ടല്ല ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ആരെയും കളിയാക്കുകബേനായിട്ടല്ല, ആർക്കും കുടുംബ വിഷയം എടുക്കുകബേനായിട്ടല്ല. പിന്നെ അല്ലാഹുവിന്റെ വിശുദ്ധമായിട്ടുള്ളതായ ദീൻ ഹക്കായ നിലക്ക് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനെയും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമരെ സുന്നത്തിനെയും ബേസില് ആൾമാർക്ക് എത്തിപ്പാട്ടി കൊടുക്കുന്നതായ ഏറ്റവും വലുതായ ഒരു ചുമതലയായി തിക്കറ്, ദൗത്യമായി തിക്കറ്. ആ ദൗത്യത്തിനെ പൂർത്തീകരിക്കുകയായിട്ട് മാത്രമായി തിക്കറ് ഈ മൈതാനിൽ വെച്ചിട്ട് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നതുപോലെ ബല്ലിഗു അന്നി വലൗ ആയ, ഒരു ആയത്ത് നിങ്ങൾ പഠിച്ചു തിന്നിട്ടെങ്കിൽ ഇത് കേവല സ്പീക്കർമാർക്ക് മാത്ര ബാധകമല്ല, ഇത് ആലിമീങ്ങൾക്ക് മാത്ര ബാധകം അല്ല, ഇത് ദായിമാർക്ക് മാത്ര ബാധക അല്ല.
നന്റെ സഹോദരന്മാരെ സഹോദരിമാരെ, ഈ ശബ്ദ കേൾക്കുന്നതായ നിങ്ങൾക്കും ചുറ്റുമുത്തലും പരിസരത്തും നന്റെ ശബ്ദം ശ്രവിക്കുന്നതായ എല്ലാ സഹോദര സഹോദരിമാരൊട്ടികയും ചൊല്ലുകൊള്ളത് ഞങ്ങൾക്കെല്ലാവർക്കും ബാധകമായി തിക്കര്. ഒരായത്ത് നിങ്ങൾ കേട്ട് തിന്നിട്ടെങ്കില്, ഒരായത്ത് നിങ്ങൾ പഠിച്ചു തിന്നിട്ടെങ്കില് ഇതിരെ ആൾമാർക്ക് നിങ്ങൾ എത്തുപാട്ടി കൊടുക്കും. അള്ളാഹുര ദീന് ചെല്ലത് അതേ തിക്കർ. ആലിമിങ്ങ മാത്ര ദീന് ചെല്ലണു ചെല്ലത് ഇസ്ലാം പഠിപ്പാട്ടിയതായ തത്വ അല്ല. ദീനിന്റെ വിഷയത്തിൽ ഫത്വ കൊടുക്കണായത്, ദീനിന്റെ വിഷയത്തിൽ വിധി കൽപ്പിക്കണായത് ഖുർആനിലെയും ഹദീസിലെയും ഇജ്മാഇലെയും ഖിയാസിലെയും പ്രമാണത്തിന്റെ ബേസില് അദില്ലത്തുൽ അർബഅയുടെ ബേസില് തീർപ്പ് കൽപ്പിക്കണായത് അതൊരു പണ്ഡിതന്റെ ദൗത്യത്തിക്കറ്, അത് ആലിമുടെ ചുമതലത്തിക്കറ്. അതിൽ ആരും കൈകടത്തുകില്ല. മാത്രമാ ദീന് ചെല്ലത്. ഒരായത്ത് പഠിച്ചു തിന്നിട്ടെങ്കില്, ഒരു ഹദീസ് പഠിച്ചു തിന്നിട്ടെങ്കില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെല്ലറ് ആ ഹദീസില് ബനി ഇസ്രായേലിലെ ഒരു ചരിത്രം നിങ്ങൾ പഠിച്ചു തിന്നിട്ടെങ്കിലും അതിന് ആൾമാർക്ക് നിങ്ങൾ എത്തുപാട്ടി കൊടുക്കൂ. നിങ്ങളെ കാരണത്തില്, നിങ്ങളെ ദൗത്യത്തില്, നിങ്ങളെ പ്രയത്നത്തില്, നിങ്ങളെ ആരോഗ്യം കൊണ്ടുത്തു ഏതെങ്കിലും ഒരാള് ഹിദായത്തായെങ്കില് ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, ഈ ദുനിയാവും ഈ ദുനിയാവിൽ ഇന്നതിരെല്ലാം സമ്പാദിക്കുന്നതിനെ കാട്ടി അത് കിട്ടുന്നതിനെ കാട്ടി എല്ലാം ഖൈറായി തിക്കറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നൊരു ഹദീസിൽ ചെല്ലുന്നത് ചുവന്ന ചോനെ വണ്ടര കൂമ്പാരമേ കിട്ടുന്നതിനെ കാട്ടി വലിയ ഖൈർ. അറബികളെ സംബന്ധിച്ചോളം അന്നും എന്നും അങ്ങനെ ഏറ്റവും വലുതായ മുതൽ സ്വത്തൈത്തിക്കറ് വണ്ട്, അതിൽ ചുവന്ന വണ്ട്, ആ ചോന്ന വണ്ടരെ കൂടാരമേ കിട്ടതിനെ കാട്ടി വലിയ ഖൈർ. ഞങ്ങളെ കൊണ്ടുത്തു ഒരാൾ ഹിദായത്ത് അവിടെ ദൈത്തിക്കറ്, ആ ദൗത്യം മാത്രം പൂർത്തീകരിക്കുന്നത് ദൈത്തിക്കറ്. ആരെയും ആക്ഷേപിക്കുക പറയുകയായിട്ടല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിച്ചിരണ്ട. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇത് പഠിക്കൽ നിർബന്ധമായി തിക്കറ് സഹോദരന്മാരെ. ഫറളായി തിക്കറ്, ഫറള ഐനായി തിക്കറ്. ചില ആൾമാർ ചിലത് കേൾക്കുമ്പോഴത്തേക്ക് ബേജാറാവും. ഞങ്ങൾ ഖുർആൻ പഠിച്ചിട്ടില്ലേ, പഠിക്കുള്ളതായ താക്കത്തണ്ടി ഇല്ലാന്ത്, പഠിക്കുള്ളതായ വ്യവസ്ഥ അണ്ടി ഇല്ലാന്ത്. ഇപ്പൊ ഞങ്ങക്ക് പഠിക്കൊണ്ടുണ്ടോ, പഠിക്കുകയില്ലേ. ನಾನು ಕೇಕ್ರದು ಎಂದುಗೊಂಡು ಪಡಿಕೋಗಾವುಲ್ಲ ಅಂಡತ್ತಿರ ಕಾಟಿ ಇಂದು ಎಲ್ಲಾ ವಿಧ ಸೌಕರ್ಯಗಳು ಪಡಚರಬ್ಬು ನಂಗೆ ತನ್ನ എല്ലാ വ്യവസ്ഥയും അല്ലാഹു ഞങ്ങൾക്ക് ചിട്ടപ്പെടുത്തി തന്ന. എന്നിട്ടും ഈ ഖുർആനിന്റെ ഭാഗത്ത് ഞങ്ങൾ ചിന്തിച്ചില്ലെങ്കിൽ, ഈ ഖുർആൻ ഞങ്ങൾ പഠിച്ചില്ലെങ്കിൽ സഹോദരന്മാരെ, ശാശ്വതമായിട്ടുള്ള പാരതീകമായിട്ടുള്ളതായ ലോകത്തില് ഞങ്ങൾക്ക് വിജയ കൈവരിക്കുക സാധ്യമേ അല്ല. പഠിക്കണു, പഠിക്കാത്ത സബുലൈത്തിക്കര് ഇന്ന് അന്ധവിശ്വാസവും അനാചാരവും മൂഢനമ്പിക്കവും അതേപോലെ ദീനുൽ ഇസ്ലാമിൽ ഇല്ലാത്തതായ ഖുറാഫത്തുകളും അധികരിക്കുള്ളതായ മൂല കാരണം ഇതായിത്തിക്കര്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ വിശുദ്ധമായ ഖുർആനിൽ പല ജാഗലും ചെന്ന ഖുർആനിന്റെ ഭാഗത്തേക്ക് ചിന്തിക്കാത്ത ആൾമാർ, ഖുർആൻ പഠിക്കാത്ത ആൾമാർ, അത് ശ്രദ്ധിക്കാത്ത ആൾമാർ, അതുകൊണ്ട് ജീവിതം നന്നാക്കാത്തതായ ആൾമാർ, അതിനെ ബഹിഷ്കരിക്കുന്നതായ ആൾമാർ, അങ്ങ് കണ്ണു കാണാത്തതായ കുരുടന്മാരായി തിക്രാറ്, കാത് കേൾക്കാത്തതായ പൊട്ടന്മാരായി തിക്രാറ്. തീന്തില്ല അങ്ങനെ നാളെ പാരതീകമായിട്ടുള്ളതായ ലോകത്തില് പടച്ചറബുറമുട്ടങ്ങളെ ഒരുമിച്ച് കൂട്ടത് കണ്ണ് കാണാത്തതായ നിലക്കയറ്റിക്കര്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ വിശുദ്ധമായ ഖുർആനിൽ ചെന്നതിനെ നോക്കൂ. വിശുദ്ധമായ ഖുർആൻ 20-ാമത്തെ അധ്യായ സൂറത്ത് ത്വാഹ, സൂറത്ത് ത്വാഹയിൽ അല്ലാഹു തആല ചെന്നതിനെ നോക്കൂ. 124 പിന്നെ ഉള്ളതായ ആയത്ത്
ومن أعرض عن ذكري فإن له معيشة ضنكا ونحشرهم يوم القيامة أعمى. ഏതെങ്കിലും ഒരാള് അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന് അല്ലാഹുവിന്റെ നനപ്പാകൃതിയിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞിട്ടായെങ്കില് വിട്ടു നിന്നിട്ടായെങ്കില് ഫഇന്ന ലഹു മഈശത്തൻ ദൻകാ, തീർച്ചയായിട്ടും അവന്റെ മഈശത്ത്, തീർച്ചയായിട്ടും അവന്റെ ജീവിത ഇക്കട്ടായി തിക്കര്, പ്രയാസമായി തിക്കര്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിരീക തഫ്സീറിൽ ചെൽറാറ് ദുനിയാവുരെ ജീവിതവും അതേപോലെയായി തിക്കര്. അവന്റെ മനസ്സിക്ക് നെമ്മതിക്കല്, അവന്റെ മനസ്സിക്ക് റാഹത്തിക്കല്, അവന്റെ മനസ്സിക്ക് സന്തോഷിക്കല്. അവൻ എത്ര വലിയ ബിസിനസ് ആക്രവണാവട്ടെ, എത്ര വലിയ കച്ചവടാക്രവണാവട്ടെ, എത്ര വേണമെങ്കിൽ സാലറി എടുക്കണവണാവട്ടെ, എന്ത് സ്വത്ത് വേണമെങ്കിൽ അവൻ്റെ ഒട്ടിക്ക് സമ്പാദ്യ സ്വത്തായിട്ട് അവൻ്റെ ഒട്ടിക്ക് ഇക്കട്ട്, അള്ളാഹു അവന്റെ ജീവിതത്തിൽ ബർക്കത്ത് കൊടുക്കല്, അവന്റെ ജീവിതത്തിൽ അള്ളാഹു നെമ്മതി കൊടുക്കല്, അവന്റെ മക്കൾ അള്ളാഹു ബർക്കത്ത് കൊടുക്കല്, അവന്റെ കുടുംബത്തിൽ അള്ളാഹു ബർക്കത്ത് കൊടുക്കല്. സംതൃപ്തി ഉള്ളതായ റാഹത്തുള്ളതായ ഒരു ജീവിത ദുനിയാവുള്ള ഉനക്ക് നയിക്കൂ സാധ്യല്ല. തീന്തില്ല മരിച്ചിട്ട് പരലോകത്ത് എത്തിയുണ്ടായെങ്കില്, ബർസഖിയായിട്ടുള്ളതായ ലോകത്ത് എത്തിയുണ്ടായെങ്കില്, ഖബറിൽ കൊണ്ടുപോയിട്ട് വെച്ചിട്ടുണ്ടായെങ്കില് ആ ബർസഖിയായ ജീവന ഖബർ ജീവന ഇക്കട്ടായി തിക്കര്, കുടുസായി തിക്കര്. അവിടെയും അവസാനിക്കില്ല. പരലോകത്തിൽ അള്ളാഹുര മുന്നൽ ഒരുമിച്ച് കൂട്ടതായ ആ ഭയാനകമായ നാളിലും അണ്ടും അവന്റെ ജീവിത കഷ്ടമായി തിക്കര്. ഈ ആയത്തുക്ക് മുഫസ്സിരീങ്ങ തഫ്സീർ കൊടുത്തതായി തിക്കര്. എന്നിട്ട് അല്ലാഹു തആല ചെല്ലത് നിങ്ങൾ നോക്കൂ, വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ, നാളെ പരലോകത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെട്ടത് കണ്ണ് കാണാത്തതായ ആൾമാരെ പോലെ അയച്ചിക്കര്, കുരുടന്മാരായ നിലക്കയച്ചിക്കര്. വെളിച്ചത്തിരക്ക് കാണുക സാധ്യല്ല. ആ സന്ദർഭത്തില് അങ്ങ് അല്ലാഹുറൊട്ടിಗೆ ചെല്റാറ്, ഖാല റബ്ബി ലിമാ ശർതനി അഅ്മാ, അല്ലാഹുവേ നന്നെ എന്ത് കഴിച്ചിക്കര് നീന് കണ്ണ് കാണാത്തതായ നിലക്ക് ഒരുമിച്ച് കൂട്ടിയത്. വഖദ് കുന്തു ബസീറാ, നിന്റെ കണ്ണുക്ക് എന്ത് പ്രോബ്ലം ഇല്ലാത്തല്ലേ, ദുനിയാവിൽ ജീവിക്കുമ്പോ നിന്റെ കണ്ണുക്ക് ശക്തി തല്ലേ, നിന്റെ കണ്ണുക്ക് എന്ത് പ്രോബ്ലം ഇല്ലാത്തല്ലേ. നാനെല്ലാം കണ്ടോണ്ടിരുന്ന മനുഷ്യല്ലേ, പരലോകത്തേക്ക് എത്തുമ്പോഴത്തേക്ക് നിന്റെ കണ്ണിലെ കാഴ്ച എവിടെ പോയിട്ട്, നിന്റെ കണ്ണുക്ക് എന്ത് സംഭവിച്ചിട്ട്, എന്തേ കണ്ണ് കാണാത്തതായ നിലക്ക് നിന്നെ നീ ഒരുമിച്ച് കൂട്ടിയത്. ആ സന്ദർഭത്തിൽ അള്ളാഹുരെ പലക്കണിങ്ങ നോക്കറു. വിശുദ്ധ ഖുർആനായിട്ട് ചെല്ലുന്നത് ഖാല, അല്ലാഹു തആല ചെന്ന, അല്ലാഹു തആല ചെൽറ കദാലിക അതത്ക ആയാതുനാ, ഞങ്ങളെ ആയത്ത് ദൃഷ്ടാന്ത നിന്റെ മുന്നിൽ വന്നതായ സന്ദർഭത്തില്, അതിരെ വിളിച്ചിട്ട് ചെന്നതായ സന്ദർഭത്തില്, ഖുർആനക്ക് മടങ്ങിത്ത് ബറു ചെന്ന് വിളിച്ച് ചെന്നതായ സന്ദർഭത്തില് ആയത്തിനെ നീന് കണ്ണുകൊണ്ട് കണ്ടിട്ടും അത് കേട്ടിട്ടും ഫനസീതഹാ, അതിരെ നീന് മറന്ന്, അതുകൊണ്ട് വകദാലികൽ യൗമ തുൻസാ, ഇണ്ടത്തെ നാളില് നിന്നെയും ഞങ്ങ മറന്ന. ആറ് ചെല്றது പടച്ച റബ്ബായി തിക്കറ, ദുനിയാവിൽ അല്ലാഹു റഹ്മാനായി തിക്കറ. അല്ലാഹുക്ക് ഭയപ്പെട്ടെങ്കും ഭയപ്പെടാത്തെങ്കും അല്ലാഹു ഇല്ല ചെന്ത് വാദിக்கிறതായ നിരീശ്വരവാദിക്കും യുക്തിവാദിക്കും അല്ലാഹു ദുനിയാവിൽ കൊടുക്കറ. എന്തുകൊണ്ട് തയ്ത്തിക്കറ? അല്ലാഹു റഹ്മാനായ സബുലായി തിക്കറ്. പരലോകത്തിൽ എത്രതായ സന്ദർഭത്തില് അല്ലാഹു പിടിച്ചു വയ്ക്കറ. അതുകൊണ്ടായി തിക്കറ് ഖുർആനുക മടങ്ങറു. ഖുർആൻ ഞങ്ങളെ മാർഗദർശനമായി തിക്കർ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിക്ക് നിങ്ങൾ മടങ്ങറോ. അതുകൊണ്ടായിത്തിക്കര സഹോദരന്മാര്, ഞങ്ങളെ മദ്രസയില് 1ാം ക്ലാസ് കഴിഞ്ഞിട്ട് 2ാം ക്ലാസ് മക്ക എത്തുമ്പോ ഞങ്ങളെ കയ്യിൽ ഞങ്ങൾ കൊടുക്കുന്നത് ഖുർആനായിത്തിക്കറ്. ആ ചെറിയ പിഞ്ചോമന മക്ക 2ാം ക്ലാസ് പൂർത്തിയാവലോട് കൂടിട്ട് ഒരു ജുസു പഠിക്കര്. അതിൽ ചില പ്രധാനപ്പെട്ടതായ സൂറത്തുകൾ ഹിഫ്ളാക്കര്. 3ാം ക്ലാസ് എത്തുമ്പോഴത്തേക്ക് 2 ജുസു, 4ാം ക്ലാസ് എത്തുമ്പോഴേക്ക് പിന്നെയും ഏകദേശം 5ാം ക്ലാസ് 6ാം ക്ലാസ് പൂർത്തിയാകുമ്പോഴത്തേക്കു അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കൃത്യമായ നിലക്ക് മഖ്റജയോട് കൂടിട്ട് തജ്വീദോട് കൂടിട്ട് കൃത്യമായ നിലക്ക് ഓതുകുമക്ക പഠിക്കാറ്. അത് റൊട്ടിಗೆ ಅದರ അർത്ഥവും പഠിക്കാറ്. ഇതൊരു പരിവർത്തന എത്തിക്കറ്. അതുകൊണ്ട് ചൊല്ലുള്ളത് ഈ ഖുർആൻ ഗൈത്തിക്കറ് നിങ്ങൾ വിളിക്കുന്നത്. ചിന്തിക്കോർ, അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ബുദ്ധി തന്നിട്ട് ചിന്തിക്കാത്തതായ ആൾമാർ, കണ്ണ് തന്നിട്ട് നല്ലതിരെ കാണാത്തതായ ആൾമാർ, കാത് കൊടുത്തിട്ട് നല്ലതിരെ ഗ്രഹിക്കാത്തതായ കേൾക്കാത്തതായ ആൾമാർ, ഹൃദയം ഉണ്ടായിട്ടും നല്ലതിരെ ഗ്രഹിക്കാത്തതായ ആൾമാർ, അല്ലാഹു സുബ്ഹാനഹു തആല ചെന്നത് ഉലൈക കൽ അൻആം, അങ്ങ് നാൽക്കാലി മൃഗത്തിനെ പോലെ എത്തിക്കാറ്. ബൽഹും അദൽ, അതിരെ കാട്ടിയും അകപ്പതിച്ചു പോയ ആൾമാർ എത്തിക്കാറങ്ങ. അങ്ങ് ഗഫ്ലത്തിലെത്തിക്കാറ്, അങ്ങ് നഷ്ടത്തിലെത്തിക്കാറ്. നാളെ പാരത്രികമായിട്ടുള്ള ലോകത്തേക്ക് ഞങ്ങൾ എത്തുമ്പോഴത്തേക്കു പടച്ചറബ്ബുടെ സന്നിധിക്ക് ഞങ്ങൾ എത്രതായ സന്ദർഭത്തില് ഞങ്ങൾ നിരാശയാവുക. ഞങ്ങളെ ഒട്ടിക്കുന്നതായ പെഞ്ഞായി ഞങ്ങൾക്ക് കൂട്ടുനിക്കല്. ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് അധ്വാനിച്ചിട്ട് ചോര നീരാക്കിട്ട് ബലിച്ചതായ മക്ക ഞങ്ങൾക്ക് കൂട്ടുനിക്കല്. ഞങ്ങളെ കുടുംബത്തെ ആൾമാർ ഞങ്ങൾക്ക് കൂട്ടുനിക്കല്. ഞങ്ങളെ ഉസ്താദുമാർ ഞങ്ങൾക്ക് കൂട്ടുനിക്കല്. ഉസ്താദുമാർ ഞങ്ങൾക്ക് കൂട്ടുനിക്കല്. ഒരാൾക്കും കൂട്ടുനിക്കാത്തതായ സന്ദർഭത്തില് ഞങ്ങൾക്ക് കൂട്ടുനിக்கிறതായ ഞങ്ങൾക്ക് റെക്കമെൻഡ് ആക്കുന്നതായ ഗ്രന്ഥമായി തിക്കരെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടിച്ചു, ഇഖ്റഉൽ ഖുർആൻ, ഖുർആൻ നിങ്ങ ഓതറു. ഖുർആൻ നിങ്ങ യാരെ ഓതറു. കാരണം എന്തേ? فإنه يأتي يوم القيامة شفيعا لأصحابه. നിശ്ചയമായിട്ടും ആ വിശുദ്ധമായ ഖുർആൻ നാളെ പാർത്തികമായിട്ടുള്ളതായ ഖിയാമത്ത് നാളിൽ വരും. ഒരാളും നിക്ക് സഹായിക്കുകയില്ലാത്തതായ നാള്, ഒരാളും നിക്ക് റെക്കമെൻഡ് ആക്കുകയില്ലാത്തതായ നാള്. എന്തൊക്കെ കൂടെ കിടന്നിട്ട് പറഞ്ഞതായ പെഞ്ഞായി പോലും ഒരു സ്വൽപ്പ അമലെടുത്തിട്ട് നിക്ക് തറുകൂ സാധിക്കാത്തതായ നാള്, അതൊക്കെ മനസ്സ് വരാത്തതായ നാള്, ഒരാളെ റെക്കമെൻഡും സ്വീകരിക്കാത്തതായ നാള്. വിശുദ്ധമായ ഖുർആനൊട്ടിಗೆ ബന്ധപ്പെച്ച് തിന്നണ്ടെങ്കില്, ആ ഖുർആൻ ഓതി തിന്നണ്ടെങ്കില്, ആ ഖുർആൻ പഠിച്ച് തിന്നണ്ടെങ്കില്, ആ ഖുർആനിന്റെ സന്ദേശത്തിനെ എത്തുപാട്ടി തിന്നണ്ടെങ്കില്, അതുക്ക് വേനായിട്ട് ഞങ്ങളെ ആരോഗ്യ ചെലവാക്കി തിന്നണ്ടെങ്കില്, അതുക്ക് വേനായിട്ട് ഞങ്ങളെ സമ്പത്ത് ചെലവാക്കി തിന്നണ്ടെങ്കില്, അതുക്ക് വേനായിട്ട് ഏതെങ്കിലും ഒരു നിലക്ക് ഞങ്ങൾ പ്രയത്നാക്കി തിന്നണ്ടെങ്കില് തീർച്ചയായിട്ടും ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. ആ ഖുർആൻ നാളെ ഞങ്ങളെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട്, ഒരു കൂട്ടുകാരനായിട്ട്, ഒരു ചങ്ങായി ആയിട്ട് ഞങ്ങൾക്ക് റെക്കമെൻഡ് ആക്കുക ആ വിശുദ്ധമായ ഖുർആൻ ഉണ്ട്. ഖുർആനിന്റെ സന്ദേശം നിങ്ങൾ നോക്കൂ. എത്ര ആൾമാർ കഴിച്ചിക്കർ പരിവർത്തന കിട്ടിയത്, എത്ര ആൾമാർ കഴിച്ചിക്കർ അന്ധകാരത്തിലും അനാചാരത്തിലും അതിഅക്രമത്തിലും മുങ്ങിക്കുളിച്ചതായ ഒരു ജനാംഗത്തിಗೆ ഹിദായത്തിനെ വെളിച്ച കാട്ടിയതായ ഗ്രന്ഥമായി തിക്കർ വിശുദ്ധമായ ഖുർആൻ. കഴിഞ്ഞ നാളില് ഫേസ്ബുക്കിൽ ഞാൻ ഒരു വീഡിയോ നോക്കിയേ. ജീവിതം മുഴുവനും
കള്ളുകുടിയിലും ഡ്രഗ്സിലും അതുപോലെയുള്ളതായ അമലു പദാർത്ഥത്തില് ജീവിതം കഴിച്ചു കൂട്ടിയതായ ഒരു മനുഷ്യന്റെ അവസ്ഥ. പോലീസ് സ്റ്റേഷനിൽ നിന്നൈത്തിക്കർ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലുള്ളതായ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നൈത്തിക്കർ ആ വീഡിയോ പുറത്തു വന്നത് നിങ്ങൾ ഒന്ന് ചിന്തിക്കൂ. അവസാനം കുടുംബത്തെ അബ്ബ ഉമ്മ കുടുംബത്തെ ആൾമാർ രായത്തെ ആൾമാരെല്ലാം വിട്ടുവിട്ടാർ. എല്ലാ ആൾമാർ ചെന്നാറ് ഓൺ ആറ് കൊള്ളുരണ്ടെങ്കിലും ഞങ്ങൾക്ക് എന്തൊരു തടസ്ഥയില്ല, അത്രത്തോളം വെടിഞ്ഞു പോയിട്ട് സഹിക്കുകയില്ല. അവസാനമായിട്ട് അദ്ദേഹത്തിനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയി ഇട്ടാറ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇട്ടതായ സന്ദർഭത്തില് അവിടെ ഒരു നിരപരാധിയായ ഒരു മനുഷ്യ ആക്കിയതായ തപ്പുകു ഈ മനുഷ്യന്റെ മേല് കുറ്റത്തിനെ ചുമതലപ്പെടുത്തിട്ട് ജയിലിൽ ചേരുകയായ ഒരു നിരപരാധിയായ വിശുദ്ധ ഖുർആൻ പഠിച്ചതായ അതിന്റെ അർത്ഥം പഠിച്ചതായ ഒരു മനുഷ്യന്റെ മുട്ടൈത്തിക്കറ് ഈ മനുഷ്യക്ക് കിട്ടിയത്. സുബ്ഹാനല്ലാഹ്, ഒരേ തിങ്കളാമ്പത്തുകു അള്ളാഹുര വിശുദ്ധമായ ഖുർആനുക്ക് മടങ്ങിയ 2 തിങ്കളാമ്പത്തുക്ക് പിന്നെയും ഖുർആനെ പഠിക്കുക തുടങ്ങിയ 3 തിങ്കളാമ്പത്തുക്ക് പിന്നെ ജയിലിലുള്ളതായ ബാക്കിയുള്ളതായ കൈദിമാർക്ക് ആ ഖുർആനിന്റെ സന്ദേശത്തിന് എത്തുപാട്ടൊക്കെ തുടങ്ങിയ 6 തിങ്കളാമ്പത്തുകു ജയിലില് ബാക്കിയുള്ളതായ കൈദിമാർക്ക് ഇമാമു നിക്കുകയായിട്ട് തുടങ്ങിയ അവസാനമായിട്ട് റമളാൻ വന്നതായ സന്ദർഭത്തില് ജയിലിലുള്ളതായ കൈദിമാർക്ക് തറാവിക്ക് നേതൃത്വം കൊടുത്തിട്ട് ഇമാമു നിക്കുകയായിട്ട് തുടങ്ങിയ പരിവർത്തനം നിങ്ങൾ നോക്കൂ ഖുർആനിലെ. അവസാന പെരുന്നാള് നിസ്കാര കഴിഞ്ഞിട്ട് ആ മനുഷ്യ വിസിറ്റ് ആക്കുക വന്നതായ ഏതോ ഒരു മനുഷ്യരൊട്ടിಗೆ യാചിക്കർ നന്നെ ഏതെങ്കിലും ഒരു നിലക്ക് പുറത്തു കൊണ്ടുവന്നിട്ടെങ്കിൽ ഏതെങ്കിലും ഒരു നിലക്ക് നന്നെ പുറത്തു കൊണ്ടുവന്നിട്ടെങ്കിൽ നാണ് കള്ളുകുടി ബുട്ടെ ഗാഞ്ച ബുട്ടെ ഡ്രഗ്സ് ബുട്ടെ എല്ലാ നിലക്കുള്ളതായ അമലു പദാർത്ഥനാണ് ബുട്ടെ എന്ന് നന്റെ ദൗത്യ ഈ വിശുദ്ധമായ ഖുർആനിലെ ആൾമാർക്ക് എത്തുപാട്ടി കൊടുക്കുന്നതായിട്ടിക്കര്. എത്ര ആൾമാർ ഈ ഖുർആനിലെ സന്ദേശം കിട്ടാതെ അന്ധകാരത്തിലും അനാചാരത്തിലും അതിഅക്രമത്തില് എന്റെ സഹോദരന്മാർ മുങ്ങിക്കുളിച്ചിട്ടുള്ളാറ്. നമുക്കൊരു അവസരം കിട്ടേണ്ടെങ്കിൽ ഈ സന്ദേശത്തിന് പോയിട്ട് ഞാൻ എത്തുപാട്ടെ. ഒന്ന് നിങ്ങൾ ചിന്തിക്കൂ, ഖുർആൻ കൊണ്ടുവന്നതായ പരിവർത്തനം എന്തായിട്ടിക്കർ. കഴിഞ്ഞ 10 നാൾ മുന്നോളു ബെൽത്തങ്കടിയിലുള്ളതായ ഒരു സഹോദരൻ എന്നെ വിളിക്കര്. ആ രായത്തിൽ ഞാൻ ഖതീബായിട്ടിന്ന് 2 വർഷത്തോളം ഖതീബായിട്ടിന്ന്. അവിടുത്തെ ഒരു സഹോദരൻ വിളിക്കരുത്, ഉസ്താദ് നമുക്ക് ഖുർആൻ പഠിക്കണു, ഖുർആൻ പഠിക്കാതെ ഞങ്ങൾ പോയാ നന്റെ ഉത്തരക്ക് ഖുർആനിന്റെ സന്ദേശം കിട്ടിയിട്ടില്ല, നന്റെ കുടുംബക്കാർക്ക് ഖുർആനിന്റെ സന്ദേശം കിട്ടിയിട്ടില്ല. ആ കാരണത്തിൽ ഇണ്ടും അനാചാരത്തിലുള്ളാറങ്ങ മൂഢനമ്പിക്കലുള്ളാറ് ഖുറാഫാത്തിലുള്ളാറ് മരിച്ച മനുഷ്യന്മാരെ മറമാടിയതായ ഖബർസ്ഥാനിൽ പോയിട്ട് സുജൂദിട്ടുകൊണ്ടുള്ളാറ് കാണുകയില്ലേ, ദർഗത്തുക്ക് കുമ്പിട്ടുകൊണ്ടുള്ളാറ് അള്ളാഹുരെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കണായതായ ആൾമാർ ഇണ്ട് മരിച്ചുപോയ മനുഷ്യന്മാരെ മധ്യവർത്തിയാക്കിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടുള്ളാറ് അങ്ങനൊട്ടിക്ക് ആവലാതി ബോധിപ്പിച്ചുകൊണ്ടുള്ളാറ്. ഇത് സഹിക്കുകയില്ല. എന്തായെങ്കിലും സമോസ്താത് എത്ര നിങ്ങൾ ബിസി എന്നിട്ടെങ്കിലും ഒരു ടൈം ഷെഡ്യൂളാക്കിയിട്ട് ഞങ്ങൾക്കും നന്റെ കുടുംബത്തുക്കും നന്റെ പെഞ്ഞായി മക്കൾക്കും നിങ്ങൾ വിശുദ്ധമായ ഖുർആൻ പഠിപ്പാട്ടി തരൂ. ചിന്തിക്കൊരു സഹോദരന്മാരെ, അതുകൊണ്ട് നിങ്ങളൊട്ടിಗೆ ചൊല്ലുള്ളത് ഖുർആൻ പഠിക്കുള്ളതായ പദ്ധതി അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ് ഞങ്ങളെ സൗത്ത് കർണാടക സലഫി മൂവ്മെന്റ് കൊണ്ടുവന്നത്. എങ്ങനെ ചിക്കർ കൊണ്ടുവന്നത്? നിങ്ങൾ ഔത്തുല് തെച്ചിട്ട് പഠിക്കൂ, നിങ്ങളെ സൗകര്യ പോലെ പഠിക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായ ടൈം തെരഞ്ഞെടുത്തിട്ട് പഠിക്കൂ. നിങ്ങൾക്ക് അത്ര സുലഭമായിട്ടുള്ള പദ്ധതി സൗത്ത് കർണാടക സലഫി മൂവ്മെന്റ് SKSM കൊണ്ടുവന്നത് അതായിട്ടിക്കറില്ല എന്റെ ഖുർആൻ. എന്നിട്ടും ഈ ഖുർആൻ ഞങ്ങൾ പഠിച്ചില്ലെങ്കിൽ, എന്നിട്ടും ഈ ഖുർആൻ ഞങ്ങൾ കേട്ടില്ലെങ്കിൽ, ഇതിനെ എത്തുപാട്ടി കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നാളെ മരിച്ചിട്ട് പരലോകത്ത് എത്തിയതായ സന്ദർഭത്തില് അണ്ട് നാണ് ഖുർആൻ പഠിച്ചിട്ടില്ല,
നക്ക് പഠിപ്പാട്ടതായ ആൾമാർ ഇന്നിട്ടില്ല. നന്റെ അപ്പ മരിച്ചത്, നന്റെ ഉമ്മ മരിച്ചത്, ഫൈനാൻഷ്യൽ ആയിട്ട് സാധ്യ ഇല്ലാന്ത്, പഠിക്കുള്ളതായ മദ്രസ ഇല്ലാന്ത്, ഉസ്താദ് ഇല്ലാന്ത്, പള്ളി ഇല്ലാന്ത്, സൗകര്യം ഇല്ലാന്ത് ചെന്ത് തല കീഴാക്കിട്ട് കാല് മേലാക്കിട്ട് തുള്ളി ഉണ്ടെങ്കിലും അള്ളാഹുരെ കോർട്ടുള്ള ബച്ചാവുക സാധ്യ അല്ല. നല്ലോണം ഞങ്ങൾ ജാഗ്രതയാക്കണം. കാരണം അത്രക്കും സുലഭമായ നിലക്ക് അള്ളാഹുരെ വിശുദ്ധമായ ഖുർആൻ പഠിക്കുള്ളതായ എല്ലാ പദ്ധതി ഞങ്ങളെ മുന്നിലുണ്ട്. അതായിട്ടില്ല എന്റെ ഖുർആൻ. നിങ്ങൾ ഔത്തിൽ വെച്ചിട്ട് നിങ്ങൾ പഠിക്കോറോ, ബെഡ്റൂമിൽ വെച്ചിട്ട് പഠിക്കോറോ, വാഹനത്തിൽ പോകുമ്പോ നിങ്ങൾ പഠിക്കോറോ, ട്രെയിനിൽ യാത്ര ആക്കണ്ടെങ്കിൽ ട്രെയിനിൽ വെച്ചിട്ട് നിങ്ങൾ പഠിക്കോറോ, ഫ്ലൈറ്റിൽ പോകണ്ടെങ്കിൽ 4 ഗಂಟೆ 5 ഗಂಟೆ നിങ്ങൾ ജർണി ഉണ്ടെങ്കിൽ പഠിക്കോറോ നിങ്ങൾ ഖുർആൻ. എവിടെയും വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാം. പ്രായത്തിര വയസ്സിര ഏജിര ലിമിറ്റ് ഇല്ല. അൽഹംദുലില്ലാഹ് 13ാമത്തെ അന്ത പൂർത്തിയായിട്ട് 14ാമത്തെ അന്തത്തെ ഖുർആൻ പിടികടാക്കിയത്. കഴിഞ്ഞ കുറി മദീനത്തെ മസ്ജിദ് നബവിയുടെ ഇമാം വന്നതായ സന്ദർഭത്തിൽ കേരളത്തില് എറണാകുളത്ത് വെച്ചിട്ട് അതിന് കേരളത്തിലും പിടികടാക്കിയത്, കർണാടകത്തിലുള്ളതും ഇംഗ്ലീഷിലുള്ളതും. എന്തൊരു പ്രയത്നം ഖുർആൻ ട്രാൻസ്ലേഷൻ ആക്കുന്നത്. അത് ചെറിയ വിഷയമല്ല സഹോദരന്മാരെ. ಅದಕ್ಕೆ വലിയ ഒരു ത്യാഗം ഉണ്ട്, ಅದಕ್ಕೆ വലിയ ഒരു അധ്വാനം ഉണ്ട്. അല്ലാഹുവിന്റെ കലാമായിത്തിക്കുന്നത് അതിലെ സൂക്ഷ്മമായ നിലക്ക് അതിലെ ഓരോരോ ഹർഫും ഓരോരോ ഹർക്കത്തും ഓരോരോ പുള്ളിയും ഓരോരോ കലിമത്തും ഓരോരോ ആയത്തും ചിന്തിച്ചിട്ട് ജാഗ്രതലാക്കൊണ്ടേ 6 തിങ്കളത്തോളം കഷ്ടപ്പെട്ടിട്ട് ജാവും പോലും അധ്വാനിച്ചിട്ട് ഈ പുസ്തകം പിടികടാക്കരുത്. ചെറിയ വിഷയമല്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉണ്ട് ആ ലെന്ത് ഖുർആന്റെ ബുക്ക് ഇവിടെ ഉണ്ട്. നിങ്ങൾ എല്ലാരും അവരൊരു കോപ്പി നിങ്ങൾ എടുക്കും. നന്റെ സബ്ജക്റ്റ് ഏതായിച്ചിക്കര്. ചില ആൾമാർ ചൊല്ലുവാറ് നന്റെ ഔത്തുക്ക് ബന്നര്, നന്റെ ഔത്തുക്ക് ബന്നര്, നന്റെ ഔത്തിൽ ഒന്നുണ്ട്, ഞങ്ങൾക്ക് 5 ആൾക്ക് ഒന്നുമയ്യോ. ഒന്ന് നിങ്ങൾ ചിന്തിക്കോറു. ചില ആൾ ചൊല്ലുവാറ് 5 ആൾക്ക് ഞങ്ങൾക്ക് ഒന്നുമയ്യോ, 10 ആൾക്ക് ഒന്നുമയ്യോ, ഞങ്ങളെ ഔത്തുക്ക് എത്തിര്. എന്തോരു മൂർഖത്തനായിത്തിക്കര്. 100 രൂപ കൊടുത്തിട്ട് അള്ളാഹുരെ കലാമുരെ ഒരു കോപ്പി ഞങ്ങൾക്ക് സ്വന്താക്കാവൂലേ? 5 ആള് ഡ്രസ് ഞങ്ങൾ ഇട്ടത്, 5 ആൾ ഇട്ടതായ ഡ്രസ് ഞങ്ങൾ ഇട്ടത്. സ്വന്തമായിട്ട് നല്ല ഡ്രസ് ഇടില്ല, ഞങ്ങ സ്വന്തമായിട്ട് നല്ല ബ്രാൻഡഡ് ചെരുപ്പ് ഞങ്ങൾ ഇടില്ലേ, സ്വന്തമായിട്ട് നല്ല ബ്രാൻഡഡ് ഉള്ളതായ ഷൂ ഞങ്ങൾ ഇടില്ലേ, സ്വന്തമായിട്ട് ഹോട്ടലിലും അതേപോലെ ഉള്ളതായ കഫേക്ക് പോയിട്ട് ഒരു നാള് ദൈനംദിനമായിട്ട് എത്ര പണം ഞങ്ങൾ ചെലവാക്കറാ. ഞങ്ങളെ മക്കളെ മങ്ങിൽത്തിക്ക് എത്ര ഞങ്ങൾ ചെലവാക്കറാ. മങ്ങിൽത്തിര മുന്നോളും പിന്നെയും എത്ര സമ്പത്ത് ഞങ്ങൾ ചെലവാക്കറാ. ഏതെല്ലാം നമ്മുടെ വാഹനം ഞങ്ങളെ കയ്യിലുണ്ട്. ഒരൗത്തുള്ള 5 ആൾ ഇന്നുണ്ടെങ്കിൽ 5 ടൂ വീലർ ഉണ്ട്, 5 ആൾ ഇന്നുണ്ടെങ്കിൽ 10 മൊബൈൽ ഉണ്ട്. അതും നല്ല ഐഫോൺ പോലെയുള്ളതായ സ്റ്റാൻഡേർഡ് മൊബൈല്. ഇതെല്ലാം വെച്ചിട്ട് ഓണ് ചെല്ലുന്നത് ഞങ്ങളെ ഔത്തുക്കൊന്നും വയ്യാവൂ. ഞങ്ങൾ 5 ആളുള്ള ഖുർആൻ അത്രത്തോളം ഞങ്ങൾ ഖുർആനിനെ അവഗണനാക്കിക്കൊണ്ടുള്ള ചിന്തിക്കൊരു. നാളെ പാരത്രികമായിട്ടുള്ളതായ ലോകത്തില് അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്നത് കുരുടനായിട്ട് കണ്ണു കാണാത്തതായ നിലക്ക്. അള്ളാഹു താല ചിലർ നിപ്പാട്ടക്ക് പോണ്ടേ. അയാത്തിനും മരിച്ചങ്ങും ഒരേപോലെ അല്ല. അള്ളാഹു ഉദ്ദേശിച്ചതായ ആൾമാർക്ക് അള്ളാഹു കേപ്പാട്ട. നബിയെ ഖബറിൽ ഇന്നതായ മരിച്ചുപോയതായ ആൾമാർക്ക് കേപ്പാട്ടു സാധ്യല്ല നബിയെ. അങ്ങ് വേറെ ഒരു ലോകത്തിലേക്കാറ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഗൗരവമായിട്ട് ചെന്ന അതുകൊണ്ടായിട്ടിക്കരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന ഒരു ഹദീസിനെ നോക്കൂ. ലാ തജ്അലു ബുയൂതകും മഖാബിറ. നിങ്ങൾ ഔത്തര നിങ്ങൾ ഖബർസ്ഥാനാക്കിരണ്ട, നിങ്ങൾ ഔത്തര നിങ്ങൾ ഖബർസ്ഥാനാക്കിരണ്ട. എന്തേ? സ്വഹീഹായിട്ടുള്ളതായ ഹദീസ്. ഖബർസ്ഥാനിൽ ഓതുള്ളതല്ല ഖുർആൻ, ഖബർസ്ഥാനിൽ ഓതുള്ളതല്ല ഖുർആൻ. നിങ്ങൾ ഔത്തര നിങ്ങൾ ഖുർആൻ ഓതരു. ഖുർആൻ ഓതുന്നതായ ഔത്തിൽ നിന്ന് ശൈത്താൻ ഓടിപ്പോവും. നിങ്ങളെ മനസ്സിക്ക് നെമ്മതി കിട്ടും, നിങ്ങളെ മനസ്സിക്ക് റാഹത്ത് കിട്ടും. നിങ്ങളെയും നിങ്ങളെ മക്കളെയും ദുന്യവിയും ഉഖ്റവിയുമായിട്ടുള്ളതായ ജീവിതത്തിലുള്ളതായ പരിഹാരമായിത്തിക്കും. ഇണ്ട് ഖേദകരണ്ട് ചല്ല ഞങ്ങളെ സമുദായത്തിലുള്ളതായ ആൾമാരെ ദുരവസ്ഥ എന്തിനെ ചെന്നിട്ടെങ്കിൽ
മരിക്കരോടത്തോളം ഖുർആനിന്റെ വിഷയത്തിൽ ചിന്തിക്കാതെ, മരിക്കരോടത്തോളം ഖുർആനിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതെ, മരിച്ചെന്ന് പിന്നെ പള്ളിയിൽ നിന്നും മദ്രസത്തിൽ നിന്നും ചുറ്റുമുത്തര ഔത്തിൽ നിന്നും ഖുർആൻ കൊണ്ടുവന്നിട്ട് മയ്യത്തിനെ എതിരിൽ വെച്ചിട്ട് ഖുർആൻ ഓതര്. ഈ ഒരു അവസ്ഥ ഞങ്ങളെ സമുദായത്തിലുണ്ട്. മരിച്ചെന്ന് പിന്നെ ഓതുകൊള്ളതല്ല, ഹയാത്തിൽ ഇന്ന് ആൾമാർക്ക് ഓതുകൊള്ളതായി തിക്റ്. വിശുദ്ധ ഖുർആൻ 36-ാമത്തെ അധ്യായ സൂറത്ത് യാസീനിൽ അല്ലാഹു തആല ചെന്നത് ജീവിച്ചിട്ടുള്ള ആൾമാർക്ക് ചിന്തിക്കുള്ളത് തിക്റ്. അതുകൊണ്ട് നിങ്ങളൊട്ടിಗೆ വിനയത്തിന്റെ ഭാഷയില്, താഴ്മയുടെ ഭാഷയില് നിങ്ങളൊട്ടിಗೆ ചൊല്ലുള്ളത് ഈ വിശുദ്ധമായ ഖുർആനിന്റെ ഓരോരോ കോപ്പി നിങ്ങളെ കയ്യിൽ വെക്കൊണ്ട് നിങ്ങൾ ഇത് എത്ര ആൾമാർക്ക് എത്തുപാട്ടോ എന്നെ നിങ്ങൾക്ക് തീരണ്ടെങ്കിൽ അള്ളാഹു തന്ന നേമത്ത് കൊണ്ടുത്ത് അനുഗ്രഹം കൊണ്ടുത്തു ഒരു 10 കോപ്പി എടുത്തിട്ട് 5 കോപ്പി എടുത്തിട്ട് നന്റെ കുടുംബത്തക്ക്, നന്റെ ചങ്ങായിമാർക്ക്, നന്റെ സ്വർത്ത ആൾമാർക്ക് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ആക്കറേ. അങ്ങനെ ഇതിനെ നോക്കിയിട്ട് ഹിദായത്ത് ആയിട്ടെങ്കിൽ നന്റെ പാരത്രികമായിട്ടുള്ള വിജയത്തിക്ക് ഇത് മയ്യാവും എന്ന് വിചാരിച്ചിട്ട് ആ ഖുർആൻ നിങ്ങൾ എടുക്കണു. സദസ്സില് അതിപ്പോ ഡിസ്ട്രിബ്യൂട്ട് ആക്കര് എല്ലാ സഹോദരിമാരും സ്വന്തമായിട്ട് നിങ്ങൾ എന്താക്കണം, അത് സ്വന്തമാക്കണം ചെന്ന് നിങ്ങളൊട്ടിക്ക് ഞാൻ ഓർമ്മപ്പെടുത്തരെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനി പ്രഗത്ഭനായിട്ടുള്ളതായ കേരളത്തിലും കർണാടകത്തിലും വിദേശ രാജ്യത്തിലും അറിയപ്പെട്ടതായ പ്രഗത്ഭനായിട്ടുള്ളതായ പ്രഭാഷണകാര ഹുസൈൻ പാപ്പനശ്ശേരിയെ അർത്ഥഗാംഭീര്യമായിട്ടുള്ളതായ പ്രഭാഷണം ഉണ്ട്. അവസാനമായിട്ട് എല്ലാവരും കേട്ടിട്ട് ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് പരിവർത്തനായിട്ട് ബാക്കി ആൾമാർക്ക് എത്തുപാട്ടുകുവാനായിട്ട് പരിശ്രമിക്കൂ. അള്ളാഹു ഇത് വിജയിപ്പിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ ഒരു പ്രോഗ്രാം ഇവിടെ വെച്ച് നടത്തുക. ഈ സ്ഥല അവകാശാക്കിട്ട് തന്നതായ ഇതിൽ ആളുകൾ അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഹിദായത്തിന് വിളിച്ച് അള്ളാഹു കൊടുക്കട്ടെ. അയാളും അയാളെ മക്കൾക്കും കുടുംബത്തിനും നമുക്ക് എല്ലാവർക്കും അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും വിജയത്തിൽ അള്ളാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. ഘട്ടഘട്ട ആൾമാർ ജാവും പോലും പരിശ്രമിച്ചിട്ട് എല്ലാ നിലക്കുള്ള പരിശ്രമം കൊണ്ട് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിടാറ്. അള്ളാഹു അങ്ക് തക്കതായ പ്രതിഫലം അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.